ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ മോഡേൺ റൂൾസ് ആണ്. അപ്പോൾ മോഡേൺ റൂളിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ടേംസ് ആണ്. അതായത് ആലിസ് ആലിസ് എന്ന് പറയുന്നത് ALICE, ആലിസ്, അസറ്റ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ ആൻഡ് എക്സ്പെൻസസ്. അപ്പോൾ ഈ അക്കൗണ്ടുകൾ, അതായത് ആലീസ് ആണ് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ആലീസിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക കേട്ടോ. എങ്കിലും ഞാൻ ഈ ആലീസ് എന്താണ്, അല്ലെങ്കിൽ ഓരോ അക്കൗണ്ടിങ് ടൈമും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്നത് അസറ്റാണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ വാല്യൂ ഉള്ള എന്തിനേയും നമുക്ക് അസറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ്സിന് സ്വന്തമായിട്ട് ലാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ട്, നമ്മുടെ ഓഫീസിലിരിക്കുന്ന ചെയർ, ടേബിള്, ഫാൻ, AC, കബോർഡ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഫർണിച്ചർ, അങ്ങനെയെല്ലാം നമുക്ക് അസറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അടുത്തതാണ് ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, ബിസിനസ്സാണ് കേട്ടോ, ബിസിനസ് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതൊരു ബാധ്യതയാണ് ബിസിനസ്സിന്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ബാധ്യതകളെ നമ്മൾ അക്കൗണ്ടിങ് ടൈമിൽ ലയബിലിറ്റി എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഇൻകം ആണ്. ഒരു ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം എന്തായിരിക്കും? സെയിൽസ് ആണ്, അല്ലേ? അപ്പോൾ സെയിൽ നടക്കുമ്പോഴാണ് ബിസിനസ്സിലേക്ക് വരവ് വരുന്നത്, അതായത് ക്യാഷ് ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വരവുകളെയാണ്, ബിസിനസ്സിലേക്ക് വരവ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യാഷായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം നമുക്ക് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാം. അടുത്തതാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് തുടങ്ങാനായിട്ട് ബിസിനസ് ഓണർ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവയെല്ലാം നമുക്ക് ക്യാപിറ്റലായിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ പറയുകയാണെങ്കിൽ, ബിസിനസ് നടത്താനായിട്ട് ബിസിനസ് ഓണർ ഒരു ലാൻഡ് വാങ്ങി, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി, ബിൽഡിംഗ് വാങ്ങി, ഒരു വെഹിക്കിൾ വാങ്ങി, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ ബിസിനസ് ഓണറിൻ്റെ ക്യാപിറ്റലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബിസിനസ് ഓണറും ബിസിനസ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളാണ്. എങ്കിൽ മാത്രമേ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് മനസ്സിലാവൂ. അടുത്തത് എക്സ്പെൻസ് ആണ്. അതായത് ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ ബിസിനസ്സിനുണ്ടാകുന്ന ചെലവുകളെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ ബിസിനസ്സിലെ എംപ്ലോയീസ് ഉണ്ട്, അവർക്ക് മന്ത്ലി സാലറി കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു വാടക എടുത്ത ബിൽഡിങ്ങിലാണ് ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ മന്ത്ലി കൊടുക്കുന്ന റെൻറ്റ്, അതുപോലെ ഇലക്ട്രിസിറ്റി, അങ്ങനെ വരുന്ന ചെലവുകളെയാണ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡേൺ റൂൾസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആലീസ് എന്താണെന്ന് പറഞ്ഞിരുന്നു, നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അടുത്ത വീഡിയോയിൽ ഓരോ ട്രാൻസാക്ഷനിൽ നിന്നും രണ്ട് അക്കൗണ്ടുകളെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നാണ് പഠിച്ചത്. മൂന്നാമത് നമ്മൾ പഠിച്ചത്, ഓരോ ട്രാൻസാക്ഷനിലും വരുന്ന രണ്ട് അക്കൗണ്ടുകൾ ആലീസ് പ്രകാരം ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നാണ് പഠിച്ചത്. നാലാമത് നമ്മൾ പഠിച്ചത്, ഓരോ അക്കൗണ്ടുകളിലും വരുന്ന മാറ്റങ്ങളാണ്. ഒരു ട്രാൻസാക്ഷൻ വരുമ്പോൾ ഓരോ അക്കൗണ്ടുകൾക്കും ബിസിനസ്സിൽ വരുന്ന മാറ്റങ്ങളാണ്, അതായത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നാണ് നമ്മൾ അത് കഴിഞ്ഞ് പഠിച്ചത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡേൺ റൂൾസിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ്, അതായത് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. ഓരോ അക്കൗണ്ടുകളെയും ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഡെബിറ്റ് ചെയ്യണമോ ക്രെഡിറ്റ് ചെയ്യണമോ, അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിനെ വേണം ഡെബിറ്റ് ചെയ്യാൻ, ഏത് അക്കൗണ്ടിനെ വേണം ക്രെഡിറ്റ് ചെയ്യാൻ, അതാണ് നമ്മുടെ മോഡേൺ റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത്രയും ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് തുടങ്ങാം. അതിന് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ അസറ്റും അതുപോലെ തന്നെ എക്സ്പെൻസും ആണ്. അസറ്റ് E for expense. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. ആലീസിൽ 5 ഐറ്റം ഉണ്ട്, അതിൽ അസറ്റും എക്സ്പെൻസും ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്നത്
അസറ്റും എക്സ്പെൻസും കൂടുകയാണെങ്കിൽ, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അസറ്റും എക്സ്പെൻസും കുറയുകയാണെങ്കിൽ, ഡിക്രീസ് ആവുകയാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ നമുക്കിനി ഓരോ എക്സാമ്പിൾ വെച്ച് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ, പർച്ചേസ് കമ്പ്യൂട്ടർ ബൈ ക്യാഷ്. ഈ ഒരു ട്രാൻസാക്ഷന്റെ മീനിങ് ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങി. അപ്പൊ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് കമ്പ്യൂട്ടർ, രണ്ട് ക്യാഷ്. ഈ രണ്ട് അക്കൗണ്ടുകൾ നമ്മുടെ ആലീസ് പ്രകാരം ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നാണ് ഇത് നോക്കുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ബിസിനസ്സിൽ വാല്യൂ ഉള്ള ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന് അസറ്റായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ ക്യാഷും വാല്യൂ ഉള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അതും അസറ്റായിട്ട് മാറി. അപ്പോൾ കമ്പ്യൂട്ടർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മുടെ അസറ്റ് കൂടി, അല്ലെ? കമ്പ്യൂട്ടർ ഒരു അസറ്റ് ആണെന്ന് പറഞ്ഞു. അസറ്റ് ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ആയി. ക്യാഷും ഒരു അസറ്റാണ്. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിച്ചു, ക്യാഷ് പുറത്തേക്ക് പോയി, അല്ലെ? ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിച്ചത്, ക്യാഷ് പുറത്തേക്ക് പോയി. അപ്പൊ ക്യാഷ് എന്താണ് സംഭവിച്ചത്? കുറഞ്ഞു. അപ്പൊ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ആയി. ഓക്കെ, ഇനിയാണ് നമ്മൾ മോഡേൺ റൂളിലോട്ട് വരുന്നത്. മോഡേൺ റൂളിൽ എന്താണ് പറയുന്നത്? അസറ്റ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഡെബിറ്റ്. ഇവിടെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. അസറ്റ് കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ്, അസറ്റ്, ഡിക്രീസ്, ക്രെഡിറ്റ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെബിറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഈ ഡെബിറ്റിന് നമ്മൾ ഷോർട്ട് ഫോമിൽ DR എന്നാണ് എഴുതുന്നത്. ഇനി ക്യാഷ് അക്കൗണ്ട് CR, ക്രെഡിറ്റിന് പകരം CR എന്ന് നമുക്ക് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ മോഡേൺ റൂളിൽ അക്കൗണ്ടുകളെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്ന് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിള്, റെന്റ് പെയ്ഡ് ബൈ ക്യാഷ്. വാടക ക്യാഷ് ആയിട്ട് കൊടുത്തു. ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട്, ഒന്ന് റെന്റ് അക്കൗണ്ട്, രണ്ട് ക്യാഷ് അക്കൗണ്ട്. റെന്റ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സിന് വരുന്നൊരു ചെലവാണ്. ചെലവിനെ നമ്മൾ അക്കൗണ്ടിങ് ടേബിൾ എക്സ്പെൻസ് എന്ന് പറയും. എക്സ്പെൻസ്. അപ്പോൾ റെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ ക്യാഷ് എന്താണ്? അസറ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ബിസിനസ്സിന് വന്നു. അതായത് എക്സ്പെൻസ് കൂടി, ചിലവ് കൂടി, ബിസിനസ്സിന് ചിലവ് കൂടി. ചിലവ് കൂടുമ്പോൾ നമ്മൾ എന്താണ് നോക്കുന്നത്? ഇൻക്രീസ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ്. ഇപ്പൊ റെന്റ് എന്ന് പറയുന്ന ചെലവ് നമ്മൾ ക്യാഷ് ആയിട്ടാണ് പേയ്മെന്റ് നടത്തിയത്. അപ്പൊ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ബിസിനസ്സിൽ കുറഞ്ഞു. അപ്പോ ഡിക്രീസ്. ഇനി നമുക്ക് മോഡേൺ റൂളിലേക്ക് വരാം. അസറ്റും എക്സ്പെൻസും കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യും, അസറ്റും എക്സ്പെൻസും കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ആദ്യം തന്നെ റെന്റ് ആണ്. റെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇവിടെ കൂടി. എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഡെബിറ്റ്. അതുപോലെ തന്നെ ക്യാഷ് അസറ്റ് ആണ്, കുറഞ്ഞു. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏത് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യണം,
ഏത് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യണം എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നോക്കിയാലോ. മൂന്നാമത്തെ എക്സാമ്പിൾ, സാലറി പെയ്ഡ് ബൈ ബാങ്ക് ഓർ ചെക്ക്. അതായത് എംപ്ലോയീസിന്റെ സാലറി നമ്മൾ ചെക്ക് വഴി പേയ്മെന്റ് ചെയ്തു, അല്ലെങ്കിൽ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തു. ബാങ്ക് ട്രാൻസ്ഫർ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ, ഒന്ന് സാലറി അക്കൗണ്ട്, രണ്ട് ബാങ്ക് അക്കൗണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അക്കൗണ്ടുകളെ ഐഡന്റിഫൈ ചെയ്യുന്ന വീഡിയോകളിൽ പറഞ്ഞിരുന്നു. ചെക്കാണ്, ബാങ്ക് ട്രാൻസ്ഫർ ആണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന അക്കൗണ്ട് എപ്പോഴും ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും. ഇനി ബാങ്ക് അക്കൗണ്ടിന് നമ്മൾ ഇന്ന ബാങ്കാണ് സ്പെസിഫൈ ചെയ്തേക്കണം. ഇപ്പൊ SBI ബാങ്ക്, അല്ലെങ്കിൽ ICICI ബാങ്ക്, IDBI, ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബാങ്കിന് മുന്നേ എന്ത് ചേർക്കും? ബാങ്കിന്റെ പേരും കൂടെ ചേർക്കും. ഉദാഹരണം SBI ആണ് ഇവിടെ പറയുന്നതെങ്കിൽ നമ്മൾ SBI ബാങ്ക് എന്ന് ചേർക്കും. അല്ലെങ്കിൽ ICICI എന്നാണ് പറയുന്നതെങ്കിൽ ICICI ബാങ്ക് അക്കൗണ്ട് എന്ന് ചേർക്കും. അപ്പോൾ ഇനി നമ്മൾ ആലീസ് പ്രകാരം കാറ്റഗറൈസ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. സാലറി എന്ന് പറയുന്നത് ബിസിനസ്സിനൊരു എക്സ്പെൻസ് ആണ്, ചെലവാണ്. അതുകൊണ്ട് സാലറി ഒരു എക്സ്പെൻസ് ആണ്. ബാങ്ക് എന്ന് പറയുന്നത് ക്യാഷ് പോലെ തന്നെ ബിസിനസ്സിൽ വാല്യൂ ഉള്ളൊരു ഐറ്റം ആണ്. അതുകൊണ്ട് ബാങ്കിനെ നമ്മൾ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി ഇവിടെ സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണെന്ന് പറഞ്ഞു, ചെലവാണെന്ന് പറഞ്ഞു. ചെലവ് നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ ചെലവ് പേയ്മെന്റ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ചെലവെന്ന് പറയുന്നത് ബിസിനസ്സിന് കൂടി, അല്ലെ? അപ്പോൾ സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടി, ഇൻക്രീസ്. ബാങ്ക് വഴിയാണ് സാലറിയുടെ പേയ്മെന്റ് പോയത്. അപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് അല്ലെങ്കിൽ ക്യാഷ് നമ്മുടെ കുറഞ്ഞു, ബാങ്കിൽ കിടക്കുന്ന ക്യാഷ് കുറഞ്ഞു. അപ്പോൾ അസറ്റ് ഡിക്രീസ് ആയി. ഡിക്രീസ്. ഇനി നമ്മൾ എവിടെ വരുന്നു? മോഡൽ റൂളിലേക്ക് വരുന്നു. അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ആകുമ്പോൾ ഡെബിറ്റ് ചെയ്യും, അസറ്റും എക്സ്പെൻസും ഡിക്രീസ് ആകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. സാലറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇവിടെ എന്താ പറ്റിയത്? ഇൻക്രീസ് ആയി, കൂടി. അപ്പോൾ എക്സ്പെൻസ് കൂടുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഡെബിറ്റ്. ഇവിടെ ബാങ്ക് എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ്. അസറ്റ് ഇവിടെ കുറഞ്ഞു. അസറ്റ് കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റ്. ഇനി ഇതിനെ നമുക്ക് ഇത് രണ്ടും മാറ്റിയിട്ട് ഷോർട്ട് ഫോമിൽ സാലറി അക്കൗണ്ട് ഡെബിറ്റ്, ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ്, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, അതായത് ഒരു ട്രാൻസാക്ഷനിലെ രണ്ട് അക്കൗണ്ട്, ആ രണ്ട് അക്കൗണ്ടുകൾ ആലീസ് പ്രകാരം ഏത് ഗ്രൂപ്പിലാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്, ആ അക്കൗണ്ടിന് വരുന്ന മാറ്റം ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് വരുന്ന മാറ്റം, അത്രയും നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്ന് മനസ്സിലാക്കാനും അത് നമുക്ക് റിയൽ ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ആലീസിലെ ലയബിലിറ്റി, ക്യാപിറ്റൽ ആൻഡ് ഇൻകം, ഈ 3 ടേമുകളിൽ വരുന്ന ഡെബിറ്റും ക്രെഡിറ്റും ആണ്. ആ ഓരോ ട്രാൻസാക്ഷനിലും വരുമ്പോൾ എന്തിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, എന്തിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, അതായത് മോഡേൺ റൂളിന്റെ ബാക്കി നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ എൻ്റെ ചാനലിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.